ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കായി സ്വാഗതം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇസബല്ലയും കെവിനും ചേർന്നിട്ട് നന്ദനെ ഒളിപ്പിച്ച സ്ഥലത്തേക്ക് കാണാൻ പോകുന്നുണ്ട്. അവിടെ പോയിട്ട് ഗുണ്ടകളോട് പറയുന്നുണ്ട് നന്ദനെ കാണണം എന്ന് പറയുമ്പോൾ തന്നെ അവരാണെന്നുണ്ടെങ്കിൽ അവർ ഞെട്ടിക്കുന്ന സത്യം പറയുന്നുണ്ട്. അതായത് ചന്ദ്രോത്ത് വീട്ടിലേക്ക് പോയ സമയത്ത് അവിടെ പ്രഭാവതിയും സിദ്ധാർത്ഥനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നന്ദൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇസബല്ല എന്നുണ്ടെങ്കിൽ ആകെ ഭ്രാന്തമായ ഒരവസ്ഥയിലേക്ക് മാറിപ്പോവാണ്. അതായത് ഇതിൻ്റെ ഇടയിൽ ആരോ കളിച്ചിട്ടുണ്ട്, നന്ദനെ വേറെ ആരോ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് എന്നൊരു കാര്യം ഇസബല്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാണ്. ഏതായാലും ഈ ഒരു പ്ലാനിനെ പറ്റിയിട്ട് ഇസബല്ലയ്ക്കും കെവിനും ഋഷിക്കും മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇസബല്ല എന്നുണ്ടെങ്കിൽ ഋഷിയെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഋഷി എന്നുണ്ടെങ്കിൽ തനിക്കൊന്നും അറിയില്ല, നമ്മൾ എല്ലാവരും ചേർന്നിട്ടല്ലേ ഈ ഒരു പ്ലാൻ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് അഭിനയിക്കുകയാണ്. ഇസബല്ല എന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ വിശ്വസിക്കുന്നുമുണ്ട്. ഒന്നും അറിയാത്ത പോലെ ഋഷി എന്നുണ്ടെങ്കിൽ അഭിനയിക്കുന്നുണ്ടെങ്കിലും CPയുടെ സഹായപ്രകാരം ഋഷി തന്നെയാണ് നന്ദനെ അവിടുന്ന് തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത്. CP എന്തായാലും നന്ദനെ ഒളിപ്പിച്ച സ്ഥലത്തേക്ക് പോവുകയാണ്. അതായത് ഇസബല്ലയുടെ ആൾക്കാര് ചന്ദ്രോത്ത് വരുന്ന സമയത്ത് മുന്നേ തന്നെ ഋഷിയുടെ ആൾക്കാര് അവിടെ വന്നിട്ട് നന്ദനെ പൊക്കിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇവരുടെയൊക്കെ നാടകം തന്നെയാണ്. അതായത് ഇസബല്ലയെ ചതിച്ചുകൊണ്ടാണ് ഋഷി എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണത്. പിന്നീട് ദേവിക എന്നുണ്ടെങ്കിൽ എസ്തപ്പനെ കാണാൻ പോവുകയാണ്. അതായത് പോലീസിനെ കൊണ്ട് മാത്രം ഈ ഒരു കേസ് തെളിയിക്കാൻ പറ്റില്ല എന്ന് ദേവിക്ക് നല്ലോണം അറിയാം. കാര്യങ്ങളൊക്കെ തന്നെ എസ്തപ്പനോട് പറയുന്നുണ്ട്. അതായത് നന്ദനെ കാണാനില്ല, എനിക്ക് ഈ ഒരു അവസരത്തിൽ എസ്തപ്പൻ ചേട്ടൻ മാത്രമേ സഹായിക്കാനുണ്ടാവുള്ളൂ, പോലീസിനെ മാത്രം വിശ്വസിച്ചിരുന്നാൽ ഒന്നും നടക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ മോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കാം, നന്ദനെ ഞാൻ തന്നെ മോളുടെ മുന്നിൽ എത്തിച്ചു തരും എന്നിങ്ങനെയെല്ലാം വാക്കുകൊടുക്കണം. ഏതായാലും എസ്തപ്പൻ എന്നുണ്ടെങ്കിൽ ദേവികയെ എങ്ങനെയെങ്കിലും സഹായിക്കണം, നന്ദനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചു കൊടുക്കണം എന്നൊരു കാര്യം ആലോചിച്ചിട്ട് എന്തൊക്കെയോ പ്ലാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നീട് ഇസബല്ലയ്ക്ക് ഉണ്ടായ അതേ അനുഭവം തന്നെയാണ് CPക്കും ഉണ്ടാവണത്. അതായത് നന്ദനെ ഒളിപ്പിച്ച സ്ഥലത്തേക്ക് CPയും പോണ സമയത്ത് അവിടെ നന്ദനെ കാണാനില്ല. ഋഷിയോട് വന്നിട്ട് പറയാനായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ എന്തായി കാര്യങ്ങളൊക്കെ, നമ്മുടെ ആൾക്കാർ അവനെ നല്ലോണം കൈകാര്യം ചെയ്തിട്ടില്ലേ എന്നെല്ലാം ഋഷി ചോദിക്കുന്ന സമയത്ത് എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് മോനെ എന്ന് പറയുമ്പോൾ ഋഷിക്കാന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവാണ്. നിങ്ങൾ കാര്യം തെളിച്ചു പറ എന്ന് പറയുമ്പോൾ തന്നെ CP എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. എന്തോ ഒരു ചതി ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട്, നന്ദനെ അവിടെ കാണാനില്ല എന്നൊരു കാര്യം അറിയിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഋഷി എന്നുണ്ടെങ്കിൽ CPയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണ് പറയണത്, നമ്മുടെ ആൾക്കാരല്ലേ അവനെ തട്ടിക്കൊണ്ടുപോയത്, ഇപ്പം അവനെ കാണാനില്ല പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും എന്ന് പറഞ്ഞുകൊണ്ട് CPയുടെ നേരെ ചാടുകയാണ്. നിങ്ങളെയൊക്കെ കാര്യം ഏൽപ്പിച്ചപ്പോൾ തന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലായതാണ്, നിങ്ങളെ കൊണ്ടൊന്നും ഇതിന് സാധിക്കില്ല, ഇസബല്ലയുടെ കസ്റ്റഡിയിലും അവനില്ല, ഇതിൻ്റെ ഇടയിൽ എന്തൊരു ചതി നടന്നിട്ടുണ്ട്, നന്ദനെ അപ്പോൾ ആരാ കൊണ്ടുപോയി എന്നൊരു കാര്യം ഋഷി എന്നുണ്ടെങ്കിൽ ആകെ ആലോചിച്ചിട്ട് പേടിക്കുകയാണ്. അരുന്ധതി വന്ന് പറയുന്നുണ്ട് ഇതന്നെയാണ് ഞാൻ പറഞ്ഞത്, കാര്യങ്ങളൊക്കെ തന്നെ കൈവിട്ടുകൊണ്ടിരിക്കുകയാണ്, ഇനിയും നന്ദനെ അങ്ങനെ ഉപദ്രവിക്കേണ്ട, നമുക്ക് കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറയാം എന്ന് പറയുമ്പോൾ തന്നെ അമ്മ ഇപ്പോൾ തൽക്കാലം മിണ്ടാതിരിക്കി, എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതെനിക്ക് ചെയ്യാനറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അരുന്ധതിക്ക് നേരെ പൊട്ടിത്തെറിക്കുകയാണ്. പിന്നീട് ചന്ദ്രത്തിലേക്ക് സിദ്ധാർത്ഥനും ഗിരീഷും വരുമ്പോൾ തന്നെ പ്രഭാവതി പറയുന്നുണ്ട് നിങ്ങൾക്കൊന്നും കാര്യത്തിന്റെ സീരിയസ്നെസ് ഇപ്പോഴും മനസ്സിലാവുന്നില്ലേ, ഒരു MLAയുടെ ഭർത്താവിനെ കാണാതെ പോയിരിക്കുന്നത്, എന്നിട്ടും അന്വേഷണം ഇങ്ങനെയാണ് നടത്തുക, നിങ്ങൾക്കൊന്നും ഒരു ചൂടും വേവും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പോണത്, എനിക്ക് എൻ്റെ മകനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്ന് പറയുന്ന സമയത്ത് തന്നെ ഹരിവക്കീല് പറയുന്നുണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നമുക്ക് നന്ദനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പ്രഭാവതിയെ ആശ്വസിപ്പിക്കുകയാണ്. ഏതായാലും ഇതോടുകൂടിയിട്ട് ഇസബല്ലയും കെവിനും ഋഷിയും ആകെ പേടിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആരും അറിയാത്ത മൂന്നാമതൊരാള് ഇതിൻ്റെ ഇടയിലുണ്ട്, നന്ദനെ കൊണ്ടുപോയിരിക്കുന്നത് അയാളാണ്, അതാരാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്നൊരു കാര്യം അവരെന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഏതായാലും നന്ദനെ കണ്ടുപിടിക്കാനായിട്ട് മുരളിയും ഗിരീഷും തന്നെ നല്ലോണം പ്രയത്നിക്കുന്നുണ്ട്. ശാരിക ഗിരീഷിനോട് മുന്നേ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് നന്ദേട്ടന് എന്തെങ്കിലും പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചിലപ്പോ ഗിരീഷോ മുരളിയോ തന്നെയായിരിക്കും നന്ദനെ മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഇതോടുകൂടിയിട്ട് ഇസബല്ലയും ഋഷിയും തന്നെയാണ് ആകെ കുഴപ്പത്തിലാവാൻ പോണത്. അപ്പൊ വരാൻ പോണ എപ്പിസോഡ്സ് റിവ്യൂസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.